നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് നഗരത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ വലിയങ്ങാടിയിൽ ഡ്രൈനേജ് നിറഞ്ഞ് മാലിന്യങ്ങൾ പുറത്തേക്കിട്ട് വ്യാപാരികൾ നഗരസഭയെ കാത്തിരിക്കുന്നു. മാലിന്യം നിറഞ്ഞിട്ട് കടകളിലേക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ അത് ആരെ കോരിയത്? മുനിസിപ്പാലിറ്റിക്കാരാണോ കോരിയത്? കോംപ്ലക്സിലത്തെ ആൾക്കാരാണ് കോരിയിടിപ്പിച്ചത്, അല്ലാതെ മുനിസിപ്പാലിറ്റി അല്ല. എന്നിട്ടിപ്പോൾ ഇത് കൊണ്ടുപോവാ മുനിസിപ്പാലിറ്റി സ്ഥലത്താണ് ബിൽഡിംഗ് നിൽക്കുന്നത്. ഡ്രൈനേജാണ് അടിക്കൂടെ വലിയൊരു ഡ്രൈനേജാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ ഒരു വലിയ ഡ്രൈനേജാണ്. അതിൻ്റെ മുകളിൽ മുനിസിപ്പാലിറ്റി പെർമിഷൻ കൊടുത്ത് ബിൽഡിംഗ് കെട്ടി. പഴയ വലിയൊരു ഡ്രൈനേജിൻ്റെ മുകളിൽ പെർമിറ്റ് കൊടുത്ത് അതിന് മുകളിൽ സ്ലാബ് ഇട്ടിട്ട് ബിൽഡിംഗ് കെട്ടി. അതുകൊണ്ടാണ് അത് ബ്ലോക്ക് ആയത്. അപ്പോൾ കോംപ്ലക്സുകാരെല്ലാവരും ചേർന്ന് അത് കോരിയിട്ടുണ്ട്. മഴ കഴിഞ്ഞ കൂടെ വെള്ളം കടയുടെ ഉള്ളിലേക്കൊക്കെ കിനിഞ്ഞു വരും, വെള്ളം നിറഞ്ഞു വരും. ഡ്രൈനേജിൽ മാലിന്യം നിറഞ്ഞോ? കടകളിൽ മലിനജലം നിറയുന്നു. പാലക്കാട് നഗരസഭയിലെ പ്രധാന കച്ചവട സ്ഥാപനങ്ങൾ നിറഞ്ഞ വലിയങ്ങാടിയിലെ പ്രധാന അഴുക്കുചാലിൽ മാലിന്യങ്ങൾ നിറഞ്ഞ് മലിനജലം റോഡിലേക്കും കടകളിലേക്കും ഒഴുകുന്നതായി പരാതി. വ്യാപാരികൾ സഹകരിച്ച് മാലിന്യങ്ങൾ പുറത്തേക്ക് എടുത്തിട്ട് നഗരസഭയെ അറിയിച്ചിരിക്കുകയാണ്. ചാലിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നില്ലെങ്കിൽ തങ്ങൾ കോരിയിട്ട മാലിന്യങ്ങൾ കൊണ്ടുപോവുകയെങ്കിലും ചെയ്യട്ടെ എന്ന് വ്യാപാരികൾ പറഞ്ഞു. ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴും നഗരസഭ ക്ലീനിംഗ് തൊഴിലാളികൾ വന്ന് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത് കാത്തിരിക്കുകയാണ് പരിസരത്തെ വ്യാപാരികൾ. നഗരസഭ അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും വ്യാപാരികൾ പറഞ്ഞു. പുരാതനമായ വലിയ ഡ്രൈനേജിന് മുകളിൽ സ്ലാബിട്ട് മൂടി നഗരസഭ കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്നും ആ ഡ്രൈനേജിലാണ് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതെന്നും ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായെന്നും വ്യാപാരികൾ പറഞ്ഞു. നഗരസഭ ക്ലീൻ ചെയ്യേണ്ടതാണെന്നും എന്നാൽ പലതവണ പരാതിപ്പെട്ടിട്ടും അവർ മാലിന്യം ക്ലീൻ ചെയ്തിട്ടില്ല എന്നും വ്യാപാരികൾ പരാതിപ്പെട്ടു. അതുകൊണ്ടാണ് തങ്ങൾ ഇത് ചെയ്യാൻ ഇടയായതെന്ന് പറഞ്ഞു. എന്നാൽ മാലിന്യം പുറത്തേക്കിട്ട് നഗരസഭയെ അറിയിച്ചിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇതുവരെയും അവർ എത്തിയിട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് വ്യാപാരികൾക്ക് ഉള്ളത്. ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴേക്കും അവർ വന്നിട്ടില്ല. ചാലിലുണ്ടായിരുന്ന വേസ്റ്റാണ്. അപ്പോൾ ഇവിടെ വെള്ളം അടഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? വെള്ളം അടഞ്ഞിട്ടുണ്ട്. ഈ ചീഞ്ഞ നാറിനെ നിങ്ങൾക്ക് പണിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? വെള്ളം നിറഞ്ഞതൊക്കെ നിറഞ്ഞു വരും. കടയിലേക്ക് കയറുന്നുണ്ടോ? കടയിലേക്ക് കയറുന്നില്ല. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.